നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇരമ്പുന്ന കേരള രാഷ്ട്രീയത്തിൽ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ UDF മുന്നോട്ട് വയ്ക്കുന്ന വിപ്ലവകരമായ ഒരു പദ്ധതി. ചികിത്സാ ചെലവുകൾ സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന ഈ കാലത്ത് ആശ്വാസത്തിന്റെ പുതിയ മാതൃകയുമായി നോ ബിൽ ഹോസ്പിറ്റൽ പദ്ധതി വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രികയിൽ ഈ സ്വപ്ന പദ്ധതി പ്രധാന വാഗ്ദാനമായി ഇടം പിടിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. എന്താണ് ഈ നോബിൽ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ അതൊരു ഭാവനയിൽ വിരിഞ്ഞ ആശയമല്ല, മറിച്ച് കൃത്യമായ നയരേഖകളുടെ പിൻബലമുള്ള ഒന്നാണ്. 2011 കുമ്പനാട് സ്വദേശിയും മുൻ KSU നേതാവുമായ സന്തോഷ് വി ജോർജ് മുന്നോട്ട് വെച്ച ഈ ആശയം പിന്നീട് രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടി സാറും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയായിരുന്നു. വെല്ലൂർ CMC ആശുപത്രിയുടെ വിശ്വാസ്യതയോടെ എല്ലാവർക്കും പൂർണ്ണ സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ പ്രവർത്തനം വളരെ ലളിതമാണ്. ഇത് സർക്കാരും സ്വകാര്യ മേഖലയും കൈകോർക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഒരു മാതൃകയാണ് വിഭാവനം ചെയ്യുന്നത്. രോഗികൾ മുറിവാടകയും ഭക്ഷണ ചെലവും മാത്രം നൽകിയാൽ മതിയാകും. ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ആശുപത്രി കെട്ടിടം നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിന് മുറിവാടക ലഭിക്കുന്നതിലൂടെ അവർക്കും ഇതൊരു നഷ്ടമാവില്ല. കേരളത്തിൽ 150 കിലോമീറ്റർ ഇടവിട്ട് ഇത്തരത്തിലുള്ള 3 ഉന്നത നിലവാരത്തിലുള്ള ആശുപത്രികൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ സാധാരണക്കാർ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാകും. കാരുണ്യ ഫണ്ട് വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിയ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഈ പദ്ധതിയും വിസ്മൃതിയിലാകുന്നത് അദ്ദേഹത്തോട് കാട്ടുന്ന വഞ്ചനയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ബെന്നി ബെഹനാൻ, MM ഹസൻ തുടങ്ങിയ നേതാക്കൾ ഈ പദ്ധതി UDF അധികാരത്തിൽ വന്നാൽ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകുന്നത്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം ഈ നോ ബിൽ ഹോസ്പിറ്റൽ സംവിധാനം കൂടി വരുന്നതോടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയാകും. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കാസർഗോഡ് ടാറ്റ ആശുപത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ഉദാത്ത മാതൃകയെന്ന് മുഖ്യമന്ത്രി പ്രശംസിച്ചെങ്കിലും പിന്നീട് അത് പൊളിച്ചു നീക്കുകയാണ് ഉണ്ടായത്. എന്നാൽ UDF വിഭാവനം ചെയ്യുന്നത് അടിയുറച്ച നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വികസനമാണ്. രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം മാതൃകകൾ തുടങ്ങാൻ നിർദ്ദേശം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹിയോടുള്ള ആദരവ് കൂടിയാണ് ഈ പദ്ധതി എന്ന് തന്നെ പറയാം.